അഭിനയപ്രതിഭ KPSC ലളിതയ്ക്ക് വിട ചൊല്ലുകയാണ് കലാകേരളം. മൃതദേഹം തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭാ ഹാളിലും പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് 5 മണിയോടെ വടക്കാഞ്ചേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. നേരത്തെ എറണാകുളം തൃപ്പൂണിത്തുറയിൽ മകന്റെ വീട്ടിലും ലായം കൂത്തമ്പലം ഓഡിറ്റോറിയത്തിലും നിരവധി പേരാണ് പ്രിയ കലാകാരിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. MS സനീഷ് കുമാർ ഒപ്പം സുവി വിശ്വനാഥൻ എന്നിവർ നമ്മോടൊപ്പം ചേരും. MS സനീഷ് കുമാർ ഉള്ളത് വിലാപയാത്രയ്ക്കൊപ്പമാണ്. വടക്കാഞ്ചേരിയിലേക്ക് വിലാപയാത്ര ഇപ്പോൾ ഏതാണ്ട് വടക്കാഞ്ചേരിയിലെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. വിലാപയാത്ര ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് വടക്കാഞ്ചേരിയുടെ തൃശ്ശൂരിൻ്റെ മരുമകളായ KPSC ലളിതയെ അവസാനമായി കാണാൻ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വടക്കാഞ്ചേരിയിൽ. MS സനീഷ് കുമാറുണ്ട്. അനീഷ് അവിടെ എത്തി. ഇനിയുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇപ്പോൾ KPSC ലളിത എന്ന മഹാനടിയുടെ ഭൗതിക ശരീരം അവർ ദീർഘനാൾ അവരുടെ കർമ്മമണ്ഡലമായിരുന്ന സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചിരിക്കുന്നു. അവർ ദീർഘനാൾ ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഒരു സിനിമാ നടി എന്നതിനപ്പുറം സാംസ്കാരിക മേഖലയ്ക്കായി, കലാമേഖലയ്ക്കായി തനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനായി ഈ പദവി KPSC ലളിത ഉപയോഗിച്ചിരുന്നു എന്നാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അടുത്ത ഇടയിലാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായതുകൂടി അവർക്ക് കൃത്യമായി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഈ പദവിയിൽ നിന്നും പിന്നീട് അവർ മാറുകയും ചെയ്തത്. എന്തായാലും ഈ സംഗീത നാടക അക്കാദമി ഹാളിലാണ് ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് തൃശ്ശൂർ നഗരത്തിലെ, തൃശ്ശൂർ പട്ടണത്തിലെ ഒരു വലിയ ജനസഞ്ചയം തന്നെ അവരെ ഒരു നോക്ക് കാണാനായി, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. TN പ്രതാപൻ, മുൻമന്ത്രി രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖർ എത്തിയിട്ടുണ്ട്. നിരവധി സാംസ്കാരിക രംഗത്തെ ആളുകളും എത്തിയിരിക്കുന്നു. വലിയ തിരക്കാണ് ഇവിടെ KPSC ലളിതയെ ഒരു നോക്ക് കാണുവാനായി അനുഭവപ്പെടുന്നത്. കാരണം വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇവിടെ പൊതുദർശനം അനുവദിച്ചിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കാൻ അനുമതിയുള്ളത്. കാരണം 11-ഓടുകൂടിയാണ് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലം ഓഡിറ്റോറിയത്തിൽ നിന്നും ഈ വിലാപയാത്ര ആരംഭിച്ചത്. 2.5 മണിക്കൂറെടുത്ത് 2 മണിയോട് അടുത്താണ് ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനത്ത് ഈ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് വടക്കാഞ്ചേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയമാണ് ഇവിടെ പൊതുദർശനത്തിന് അനുവദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇപ്പോൾ ഈ സംഗീത നാടക അക്കാദമിയുടെ ഹാളിലേക്ക് അനുഭവപ്പെടും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയൊരു പുരുഷാരം തങ്ങളുടെ പ്രിയപ്പെട്ട നടിയെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായി സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന KPSC ലളിതയെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ അകത്തും വലിയ തിരക്ക്, പുറത്തും സമാനമായ രീതിയിൽ തന്നെ വലിയ ജനസഞ്ചയം അവരെ ഒരു നോക്ക് കാണുവാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്നാൽ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയെ വടക്കഞ്ചേരിക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. രഞ്ജിത്ത്, അല്പസമയം മാത്രമാണ് ഇവിടെ പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നിരവധിയായ ആയിരക്കണക്കിന്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആയിരക്കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗത്തെ നിരവധിയായ പേർ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വിലാപയാത്രയാണ് വടക്കാഞ്ചേരിയിലേക്ക് മൃതദേഹം എത്തിയത്. KSRTCയുടെ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് ആ ഭൗതിക ശരീരം വടക്കാഞ്ചേരിയിലേക്ക് എത്തിച്ചത്. ഭരതൻ്റെ സ്മൃതി കുടീരം തൊട്ടടുത്തുണ്ട്. ഈ സംസ്കാരം നടക്കുന്ന തൊട്ടടുത്ത് തന്നെയുണ്ട്. ആദ്യം അവിടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത് എങ്കിലും പിന്നീട് അത് വീട്ടുവളപ്പിലേക്ക് മാറ്റുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി വരുന്നു. സുവി വിശ്വനാഥ് കൂടി ചേരുന്നു. സുവി, അവിടുത്തെ ചടങ്ങുകൾ, അവിടുത്തെ ഒരുക്കങ്ങൾ ഏതു ഘട്ടത്തിലാണ്? 5 മണിയോടുകൂടിയാണോ ഈ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശന ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ KPSC ലളിതയുടെ ഭൗതിക ശരീരം വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുവരും. വടക്കാഞ്ചേരിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇത് നഗരസഭാ ഹാളിലേക്ക് മൃതശരീരം എടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വാഹനത്തിനകത്ത് വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഏതായാലും
KPSC ലളിതയുടെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ നഗരസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2:30 മണിയോടുകൂടി മൃതശരീരം ഇവിടെ എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലാണ് അവരുടെ കർമ്മഭൂമി. അവസാന കാലത്ത് KPSC ലളിത ജോലി ചെയ്തിരുന്ന സംഗീത നാടക അക്കാദമിയിലാണ് ഇപ്പോൾ മൃതശരീരം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് വടക്കാഞ്ചേരിയിലേക്ക് കൊണ്ടുവരിക. വടക്കാഞ്ചേരിയുടെ മരുമകളാണ് KPSC ലളിത. 44 വർഷം മുമ്പ് ഭരതൻ്റെ കൈപിടിച്ച് വടക്കാഞ്ചേരിയിലെത്തിയ അന്ന് മുതൽ വടക്കാഞ്ചേരിയുടെ മകളായി മാറുകയായിരുന്നു KPSC ലളിത. അത്രത്തോളം സ്നേഹമാണ് ഈ നാട്ടുകാരോട് KPSC ലളിതയ്ക്കും അതുപോലെ തന്നെ അവരോട് തിരിച്ചും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് വടക്കാഞ്ചേരിയിൽ, പ്രത്യേകിച്ചും ഈ എങ്കക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉള്ളവർ ഉള്ളത്. ഏതായാലും അവിടെ ശവസംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയിലെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം ഈ മൃതശരീരം നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. വീട്ടിൽ പൊതുദർശന ചടങ്ങുണ്ട്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. 5 മണിയോടുകൂടി മഹാനടിയുടെ മൃതശരീരം സംസ്കാര ചടങ്ങിനായി എടുക്കും എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, 5 മണിയോടുകൂടിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹമുള്ളത് തൃശ്ശൂരിൽ സംഗീത അക്കാദമി ഹാളിലാണ്. ദൃശ്യങ്ങൾ ഇന്നസെൻ്റ് അടക്കമുള്ളവർ, 10,000-കണക്കിന് ജനങ്ങൾ, അവരെ ഏത് തരത്തിൽ ഈ ഭൗതികദേഹം അവസാനമൊന്ന് കാണിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ആലോചന വേണ്ടിവരും. കാരണം അത്രയധികം തിരക്ക് ആ പ്രദേശത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തുന്നു. ജയരാജ് വാര്യരെ ഈ ദൃശ്യങ്ങളിൽ കാണാം. കലാകാരന്മാരുടെ വലിയ ഒരു തൃശ്ശൂർ സാംസ്കാരിക കേന്ദ്രമാണ്. നിരവധിയായ കലാകാരന്മാരുള്ള ഒരു ജില്ല കൂടിയാണ്. സ്വാഭാവികമായും കലാകാരന്മാരൊക്കെ അവിടെ എത്തി. സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി കൂടി അവിടെ പ്രവർത്തിച്ച ആളാണ് KPSC ലളിത. സ്വാഭാവികമായും തൃശ്ശൂരിൻ്റെ വടക്കാഞ്ചേരിയുടെ മരുമകൾ എന്നതിനപ്പുറം വലിയ വ്യക്തിബന്ധങ്ങൾ തൃശ്ശൂർ നഗരത്തിലടക്കം KPSC ലളിതയ്ക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ ഏറ്റവും ഒടുവിലായി ആ മഹാനടിയെ, ആ പ്രിയനടിയെ ഒരു നോക്ക് കാണാനായി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവരൊക്കെ ഒരുപാട് പേർ സംഗീത നാടക അക്കാദമിയുടെ ഒരു പക്ഷേ ജീവനക്കാരൊക്കെ ആവാം. അവരൊക്കെ KPSC ലളിതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ അവർക്കുണ്ടാകും. അവരൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. പുറത്ത്, ഈ വാതിലിന് പുറത്ത് നിരവധിയായ പേർ, 10,000-കണക്കിന് പേർ അവിടെ കൂടി നിൽക്കുന്നു. ഏറ്റവും അവസാനമായി മലയാളത്തിൻ്റെ മഹാനടിയെ യാത്ര അയക്കാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും മറ്റുമാർ അവിടെ തുടരുന്നുണ്ട്. അനീഷ്, എത്ര സമയം ഈ അക്കാദമി ഹാളിൽ പൊതുദർശനമുണ്ടാകും? ഒരുപാട് പേരെ കാണാം. ഇന്നസെൻ്റ് അടക്കമുള്ളവർ, സത്യനന്ദ അടക്കമുള്ളവർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും വലിയ ഒരു പ്രവാഹം അങ്ങോട്ടേക്ക് തുടരുകയാണോ? അരമണിക്കൂർ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് അനുമതി ഉണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ ഇവിടുത്തെ പൊതുദർശനം തീരുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നടിയെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമാ മേഖലയ്ക്ക് അപ്പുറം സാംസ്കാരിക മേഖലയിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ എന്ന രീതിയിലുള്ള അവരുടെ കർമ്മരംഗമായിരുന്നു തൃശ്ശൂർ. അതുകൊണ്ട് തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി തൃശ്ശൂരിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുമൊക്കെ ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുമാണ് അവർ. അതുകൊണ്ട് തന്നെ വലിയൊരു ജനസഞ്ചയം ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പരിമിതമായ സമയം മാത്രമാണ് ഇവിടെ പൊതുദർശനത്തിന് അനുമതിയുള്ളൂ എന്ന കാര്യം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ആളുകൾ ഇപ്പോഴും ഒരു വലിയ ക്യൂ തന്നെ പുറത്ത് രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സമയക്രമത്തിൽ അല്പമെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമോ എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം 11 കൂടിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും അവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് പുറപ്പെട്ടത്. കൃത്യം 2 മണിക്കൂർ കൂടി തന്നെ സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇവിടെ അനുവദിക്കൂ എന്നായിരുന്നു. പക്ഷേ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ
കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖർ ഇവിടെയും KPC ലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അല്പസമയം നീട്ടിക്കൊടുക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഇവിടുത്തെ പൊതു ദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരിയിലേക്ക് പോകേണ്ടത്. വടക്കാഞ്ചേരിയിലും വലിയൊരു ജനക്കൂട്ടം ഇവർക്കായി കാത്തു നിൽക്കും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ അധികം പൊതുദർശന ചടങ്ങുകളുടെ സമയം നീട്ടുമോ എന്ന് നമുക്ക് ഇനിയും കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ വലിയൊരു ജനസംഖ്യയും ഇപ്പോഴും പുറത്ത് KPC ഒരു നോക്ക് കാണാനായി കൂടി നിൽക്കുന്നു. ആളുകളെ വരിയായി ഇപ്പോൾ അകത്തേക്ക് അധികൃതർ പോലീസും മറ്റും ഇടപെട്ട് കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വലിയ ജനക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുന്നു. അവരെ നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിലാണ് സംവിധാനങ്ങൾ. പോലീസ് സംവിധാനമടക്കം വളരെ പെട്ടെന്ന് അരമണിക്കൂർ മാത്രമാണെങ്കിൽ പോലും ഒരുപക്ഷേ 1-1.5 മണിക്കൂർ നീളാനുള്ള സാഹചര്യമുണ്ട്. കാരണം അത്രയധികം ജനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എല്ലാവർക്കും അന്ത്യ ദർശനത്തിനുള്ള അവസരം നൽകുമോ എന്നതും കാത്തിരുന്നു കാണണം. അത്രയധികം ആളുകൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളക്കരയാകെ ആ മഹാനദിയുടെ വിയോഗം അത് വലിയ വിഷമത്തോടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഒരിക്കൽ പോലും കാണാത്തവർ, നേരിട്ട് കാണാത്തവർ പോലും ആ മഹാനദിയുടെ അഭിനയത്തിൽ അത്തരത്തിൽ അതിനെ ഓർത്ത് വലിയ തോതിൽ അതിനെ സ്മരിച്ചുകൊണ്ട് ഇടുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. വലിയ ഒരു വിടവാങ്ങൽ കേരളക്കര KPC ലളിത എന്ന മഹാനദിക്ക് നൽകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഓരോ സ്ഥലത്തും സ്ഥലത്തും കാണാം. അത്രയധികം ജനങ്ങൾ, അവരെ സ്നേഹിച്ച ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ എത്തുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നു. കുട്ടികളടക്കം, സ്ത്രീകളടക്കം, പ്രായമുള്ളവരടക്കമൊക്കെ KPC ലളിതയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വരവിലാണ്. അവരെ നിയന്ത്രിക്കുന്നു. അവരെ വളരെ പെട്ടെന്ന് തന്നെ കടത്തിവിട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഒരുപക്ഷെ ഭൗതിക ശരീരം വടക്കാഞ്ചേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കാം. അവിടെ നഗരസഭാ ഹാളിലും പൊതുദർശനം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ വിരളമാണ്. കാരണം വടക്കാഞ്ചേരിയിൽ എത്തണം, 5 മണിക്ക് തന്നെ ചടങ്ങുകൾ നടത്തുകയും വേണം. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം. ഈ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപായി വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ ഒരു പൊതുദർശനത്തിന് ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിക്കാർക്ക് ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. 1 മണിക്കൂർ നേരമാണ് ഇത് നിശ്ചയിച്ചിരുന്നത്. 2:30 മണിക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. ഇവിടേക്ക് മൃതശരീരം എത്തേണ്ടതായിരുന്നു. എന്നാൽ അല്പം താമസിച്ചാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നഗരസഭാ ചെയർമാൻ തന്നെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ 2:30-ക്ക് എത്തും എന്നാണല്ലോ അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ ലേറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ടോ, അതോ ഇവിടേക്ക് ഇല്ലാതെ വീട്ടിലേക്ക് നേരത്തെ കൊണ്ടുപോകും? ഇല്ല, നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. 5 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 4:30 എന്നാ പറഞ്ഞാണ്. 4:30 മണി എന്നാണ് ഇപ്പോൾ ജോലി പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ വൈകാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും അവിടെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇറക്കും. ഈ 1 മണിക്കൂർ എന്നുള്ളത് നീട്ടുമോ? 1 മണിക്കൂറിനെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള പൊതുദർശന ചടങ്ങ് മാറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 4:30 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി 5 മണിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നഗരസഭയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2:30 മണിയോടെയായിരുന്നു എത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിപ്പോൾ വൈകുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും പ്രിയപ്പെട്ട കലാകാരിയെ കാണാനായി നിരവധി പേരാണ് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വടക്കാഞ്ചേരിയിലെ മറ്റ് പ്രിയപ്പെട്ടവർക്കും ഉള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. കാരണം ഇത്തരത്തിലൊരു ചടങ്ങ് ഈ നഗരസഭാ ഹാളിൽ സംഘടിപ്പിക്കുന്നതിനുള്ള കാരണം തന്നെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ് എന്നതുകൊണ്ടാണ്. അതിനുശേഷം, അതായത് ഇവിടെ വെച്ചതിന് ശേഷം, പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഈ മൃതശരീരം നേരെ എങ്കക്കാടുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. എങ്കക്കാടുള്ള വീട്ടിൽ അല്പസമയം വെച്ചതിന് ശേഷമാണ് നേരെ സംസ്കാര ചടങ്ങുകൾക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. ഏതായാലും അവിടെ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ മൃതശരീരം വിലാപയാത്രയായി വടക്കാഞ്ചേരിയിലേക്ക് എത്തിക്കും എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ സംഗീത നാടക അക്കാദമി ഹാളിലാണ് ഇപ്പോൾ ഭൗതികദേഹമുള്ളത്. അത് അവിടെ നിന്ന്
വടക്കാഞ്ചേരി ടൗൺ ഹാളിലേക്ക്. ഏറ്റവും പുതിയ വിവരം, വടക്കാഞ്ചേരി ടൗൺ ഹാളിൽ 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോവുക. സുവിശ്വാസ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെ രാത്രി വൈകി അന്തരിച്ച നടി KPSC ലളിതയുടെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് സംഗീത നാടക അക്കാദമി ഹാൾ, തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിലാണ്. അവിടേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്നു പ്രിയ നടിക്ക് അവസാനമായി ഒന്ന് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. നേരത്തെ പ്രമുഖരായ പലരും, ഇന്നസെൻറ്റും സത്യനന്ദിക്കാടും IM വിജയനും അടക്കമുള്ളവർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. നിരവധിയായ സിനിമകളിലൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഇവരൊക്കെ തൃശ്ശൂർ തന്നെയാണ് തിരഞ്ഞെടുത്തത് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായി ദീർഘകാലം KPSC ലളിത ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ജനങ്ങളുടെ പ്രവാഹം അങ്ങോട്ടേക്ക് തുടരുകയാണ് എന്നുള്ളതാണ്. അരമണിക്കൂർ മാത്രമാണ് ഇവിടെ സമയം നിശ്ചയിച്ചിരുന്നത് എങ്കിലും ഒരുപക്ഷെ അല്പം കൂടി വൈകിയേക്കാം. ഇതിനുശേഷം 1 മണിക്കൂർ വടക്കാഞ്ചേരിയിലെ ടൗൺ ഹാളിൽ, മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാകും വീട്ടിലേക്ക്, വടക്കാഞ്ചേരിയിലെ ഭരതൻ്റെ വീട്ടിലേക്ക്, നഗരസഭ ഹാളിൽ വടക്കാഞ്ചേരിയിലെ ഭരതൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുക. 5 മണിക്ക് ഇപ്പോൾ സംസ്കാരം ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അല്പം കൂടി വൈകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവിടുത്തെ പൊതുദർശനം അവസാനിച്ചിട്ടില്ല. വളരെ വേഗം അത് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധിയായ പ്രമുഖർ സിനിമാ മേഖലയിലെ പ്രിയ നടിയെ അനുസ്മരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക്. ഒരുപാട് വർഷത്തെ ബന്ധവും പരിചയവും സിനിമ എന്നാലുപരി ഒരുപാട് മെമ്മറീസ് ചേച്ചിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ അടുത്തിരിക്കുന്നുണ്ട്. അമ്മ മഴക്കാരന് കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്ന ഗാനമാണ് എൻ്റെ മനസ്സിൽ. വളരെ കുറച്ച് സിനിമകളിലാണ് ഞാനും ചേച്ചിയായിട്ട് അമ്മയും മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. വേറെ കൂടുതലൊന്നും പറയാനില്ല. കാണാൻ പറ്റില്ല, ആ സമയത്ത് കാണാൻ പറ്റില്ല. ഞാൻ ഫോണിലൊക്കെ സംസാരിച്ചു. KPSCയിലൂടെ നാടകരംഗത്തേക്ക് കടന്നു വന്ന അവർ നാടകരംഗത്തും സിനിമാ രംഗത്തും മികച്ച അഭിനയ മികവ് തെളിയിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും വിനിയോഗിച്ചിട്ടുണ്ട്. സഹനടി എന്ന നിലയിൽ 2 തവണ കേന്ദ്ര പുരസ്കാരം അവർക്ക് ലഭിക്കുമ്പോഴും ഒരു പ്രധാന നടിയല്ല എങ്കിൽ പോലും സഹനടിയായി തൻ്റെ കഴിവുകൾ വളരെ മനോഹരമായി അവതരിപ്പിച്ച മഹാനടിയാണ്. അതാണ് ഞാൻ നടന വിസ്മയം എന്ന് പറയുന്നത്. ഒരു ഇടതുപക്ഷ സഹയാത്രി എന്ന നിലയിൽ അവർ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ ഒരു സ്ത്രീയാണ്. ഒരു നടി ജന്മസിദ്ധമായ കഴിവാണ് ചോദിച്ചിട്ട്. എവിടെയെങ്കിലും ഒരു ആക്ടിങ് സ്കൂളിൽ പഠിച്ചതൊന്നുമല്ല. 13-ാമത്തെ 14-ാമത്തെ വയസ്സിൽ ചേച്ചി ഇറങ്ങുകയാണ് ആക്ടിങ്. അപ്പോൾ അത് ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഇറങ്ങേണ്ടി വരുന്നു. അതിലൂടെ പഠിക്കുന്നു, നാടകത്തിലൂടെ അഭിനയിച്ച് പഠിക്കുന്നു. അത് മഹാരഥന്മാരായ ഒരുപാട് നാടക ശില്പികളുടെ കൂടെയാണ് അഭിനയം പഠിക്കുന്നത്. പിന്നെ ജീവിതമാണ് ചേച്ചി നടിയാക്കിയെന്ന് പറയുന്നത് എന്നും. കാരണം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അത്തരം വേദനകളും അല്ലെങ്കിൽ വഴിത്തിരിവുകളും ഒന്നും മറ്റൊരാൾക്കുണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അതൊക്കെ ചേച്ചി വീണ്ടും പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ ചേച്ചിക്ക് ദുഃഖങ്ങളുണ്ട്, ഒരുപാടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ശരീരം അല്ലെങ്കിൽ അനാരോഗ്യം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ചേച്ചി അഭിനയത്തിൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കാലഘട്ടം കണ്ട ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാളായിരുന്നു ചേച്ചി. ചേച്ചിയുടെ മുഖത്ത് വന്ന ഭാവങ്ങൾ ചേച്ചിയുടേത് മാത്രമായിരുന്നു. വേറൊരാൾക്കും സാധിക്കാത്ത തരത്തിൽ വ്യത്യസ്തമായ എന്നാൽ ഏറ്റവും ലളിതമായ അഭിനയ ശൈലിയുള്ള ആളായിരുന്നു ലളിത ചേച്ചി. എത്ര ചെറിയ കഥാപാത്രം ചെയ്താലും ശബ്ദം കൊണ്ടുപോലും ലളിത ചേച്ചി ഒരു ഏറ്റവും വ്യത്യസ്തയായ അഭിനയ പ്രതിഭയായിരുന്നു. ചേച്ചിയുടെ വേർപാട് തീർച്ചയായും മലയാള സിനിമയിലെ മുഴുവൻ ആളുകൾക്കും
അതുപോലെ തന്നെ മലയാളത്തിലെ മുഴുവൻ കലാസ്വാദകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ വലിയ ഭീമമായ നഷ്ടമാണ്. ചേച്ചിയുടെ വേർപാടിൽ ചേച്ചിയുടെ മക്കളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഓരോ നഷ്ടങ്ങളും വലിയ വലിയ നഷ്ടങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലളിത ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു അസറ്റായിരുന്നു. അഭിനയ കല എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചതെന്ന മഹാപ്രതിഭയാണ് ചേച്ചി. സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ കാണുന്ന മുഖമാണ്. പിൽക്കാലത്ത് ഞാനൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ചേച്ചിയോടൊക്കെയുള്ള ആരാധന കൊണ്ട് ചേച്ചിയുടെ കൂടെ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ചെയ്യും എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതൊരു ഇരട്ടി മധുരം എന്ന പോലെ സിനിമയിൽ വന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ ഭർത്താവും മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ സംവിധായകനായ ഭരതേട്ടൻ്റെ വെങ്കലത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ചേച്ചിയുടെ മകനായി അഭിനയിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അതിനെ തുടർന്ന് ഒരുപാട് സിനിമകൾ ചേച്ചിയായിട്ട് അഭിനയിച്ചു. കൂടുതലും എൻ്റെ അമ്മയായിട്ട് തന്നെയാണ്. സിനിമയിൽ അമ്മ എന്നുള്ള പരിവേഷണം അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങൾ എൻ്റെ കൂടെ ചെയ്തെങ്കിലും ജീവിതത്തിൽ എൻ്റെ ചേച്ചിയായിട്ടാണ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് കയ്യിൽ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ കയ്യിൽ പിടുത്തത്തിൽ ഉള്ളതെല്ലാം അറിയാം. ആ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചേച്ചി നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും. ലളിത ചേച്ചിയുടെ വിയോഗം വ്യക്തിപരമായിട്ട് എൻ്റെ വലിയ സങ്കടമാണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാളികളെ എല്ലാവരുടെയും വലിയ സങ്കടത്തിൻ്റെ ഒരു ദിവസമാണിന്ന്. ലളിത ചേച്ചിയുടെ ഒരു വിയോഗം കൊണ്ടുണ്ടായ ഒരു നഷ്ടം ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് നികത്താനാവില്ല. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള വിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് ഇതൊരു നികത്താനാവാത്ത വിടവാണെന്ന്. ഇത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് വാസ്തവം തന്നെയാണ്. ചേച്ചി ചെയ്തു പോകുന്ന വേഷങ്ങൾക്ക് പകരമായിട്ട് നമുക്കിന്ന് മുമ്പിൽ ആരുമില്ല എന്നുള്ളതാണ്. ഈ ഒരു കഴിഞ്ഞ 50 വർഷക്കാലം ചേച്ചി നമ്മൾ മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ, ഒരു അമ്മയെ പോലെ, ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയൊക്കെയും മലയാളികൾ ചേച്ചിയെ അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു കലാകാരിയാണ്. ആ നിലയ്ക്ക് ഈ നഷ്ടം നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും വലിയ നഷ്ടമാണ്, സങ്കടമാണ്. ഈ ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത ദുഃഖം സമ്മാനിച്ച് കടന്നു പോവുകയാണ്. നന്നാവുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവ് മാത്രമല്ലായിരുന്നു, നമ്മുടെ എല്ലാ നടന്മാരുടെയും നടികളുടെയും കാര്യം കൂടെ ഞാൻ പറയുക. നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്കൊരു വാശി വരുന്നത്. എന്നാൽ നമുക്ക് വേറൊരു നമ്പർ. അപ്പം അങ്ങനെ ചെയ്യാൻ പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ലളിത. അവർ പറയും ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പം നമ്മൾ മനസ്സിനകത്ത് എന്നാൽ ഞാൻ ശരിയാക്കി തരാം. അതൊരു വാശിയാണ്. അതുകൊണ്ടാണ് പലർക്കും അതില്ല, കിട്ടുന്ന കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പല സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ലളിതമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആ സീൻ നന്നാവണമെങ്കിൽ കൂടെ അഭിനയിക്കുന്നവരും നന്നായി അഭിനയിച്ചാലേ ആ സീൻ നന്നാവുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലും. കൂടെയുള്ളവരൊക്കെ നല്ലവരാണെങ്കിലേ നമ്മളും നന്നാവാൻ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിലാണ് ഇപ്പോൾ മഹാനരയുടെ ഭൗതികദേഹം ഉള്ളത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കും. വളരെ പെട്ടെന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. 34 വർഷങ്ങൾ ഒരുമിച്ച് എൻ്റെ എത്രയോ സിനിമകളിൽ അമ്മയായിട്ട് അഭിനയിച്ചതിനേക്കാളൊക്കെ ഉപരി ഒരു വൈകാരികമായിട്ടുള്ളൊരു വളരെ അടുത്തൊരു വ്യക്തിബന്ധം ഞങ്ങളുടെ 2 കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 10-23 വർഷമായിട്ട് മദ്രാസിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ മദ്രാസിൽ വന്നത് തൊട്ട്, ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നത് തൊട്ട്, ഒരുപക്ഷെ വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പും ഞങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്ന കാലഘട്ടത്തും ഞങ്ങൾ പോകുന്ന ഒരേ ഒരു വീടെന്ന് പറഞ്ഞാൽ ഭരതേട്ടനെ ലളിത ചേച്ചിയുടെ വീടാണ്. അവിടെ അവര് തിരിച്ച് ഇങ്ങോട്ട് വരുന്നൊരു വീടെന്ന് പറഞ്ഞാലും ഇത് തന്നെയായിരുന്നു. വളരെ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അതിനേക്കാളൊക്കെ ഉപരി ചേച്ചിയുടെ ദേഹം ഇത് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഇത് എന്നും എക്കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ തന്നെ ഉണ്ടാവും ചേച്ചിക്കൊരു മരണമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്.
ബന്ധത്തിന്റെ ഒരു 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 ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ഇതിനകത്ത് ബന്ധവും വ്യക്തിയും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും എനിക്ക് ശ്രീപാർവതി പുറത്തിയായി വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ പതിഞ്ഞു പോയ കുട്ടിക്കാലത്ത് വാഗ്വേമായം എന്നൊക്കെ പറയുന്നത് ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഉള്ള സിനിമയാണ്. അപ്പൊ അതൊക്കെ അങ്ങ് പതിഞ്ഞു പോയിട്ട് എനിക്ക് ശ്രീപാർവതി പുറത്തിയായി വീട്ടിലേക്ക് വരുന്നതാണ് എന്റെ മനസ്സിലെ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ഭാര്യയോടും മക്കളോടും എല്ലാവരോടും വളരെ ക്ലോസ് ആണ്. എന്റെ മക്കളെയൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. സ്കൂളിലോട്ട് എല്ലാം ഇപ്പം നനവിൽ മുങ്ങിപ്പോകുന്ന ഓർമ്മകളായി അവശേഷിക്കുന്നു. അങ്ങനെ ഒരു സഹനടിയായിട്ടൊന്നും ഓർത്തെടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്റെ അമ്മയും അച്ഛനുമായിട്ടും അത്രയും അടുപ്പവും പരിചയവും ഒരു ആത്മബന്ധമുള്ള ഒരു ആളാണ് ലളിത ചേച്ചി. അവര് കൂടെ അഭിനയിച്ച് പരിചയപ്പെട്ടതും അല്ല. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോ ആർ.ജെ. ബാലാജി എന്ന് പറയുന്ന തമിഴ് ഡയറക്ടറുടെ സിനിമയിലേക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷനിൽ ഒരു 25 ദിവസം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കോമ സ്റ്റേജിലാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. വയ്യായിരുന്നു ചേച്ചിക്ക്, ശരീരമായിട്ട് വയ്യായിരുന്നു. അത് പിന്നെ പ്രായത്തിന്റെയും പിന്നെ ഒത്തിരി നാളായിട്ട് ഇൻസുലിനൊക്കെ എടുക്കുന്ന ഒരാളല്ലേ, അങ്ങനെ വിചാരിച്ചുള്ളൂ. ഇത്തിരി വിഷമമുണ്ട്. വിഷമം വെച്ചാൽ എന്താ പറയുന്നത്, ഞാൻ മലയാള സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം മുതൽ ചേച്ചി ഇല്ലാത്ത എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് കണക്കെടുക്കാനേ പറ്റുള്ളൂ. ഉള്ള സിനിമകളും നോക്കുമ്പോൾ എത്രയോ സിനിമകളുണ്ട്. എന്റെ നല്ല ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം എന്റെ കോമ്പിനേഷൻ ലളിത ചേച്ചിയായിരുന്നു കൂടുതലും. സങ്കടമുണ്ട്. എന്നെക്കാൾ കൂടുതൽ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും, എന്റെ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട്. എന്നെ തൊട്ടിൽ നിന്ന് ആദ്യം എടുത്ത ആൾക്കാരിൽ ഒരാൾ ലളിത ചേച്ചി ആയിരിക്കും. അത്രയും ബന്ധം എനിക്കുള്ളത്. എന്റെ ദൈവമേ, എനിക്ക് ഒട്ടും സഹിക്കാൻ ഒക്കുന്നില്ല. ഇത് ഭയങ്കര വേദനയുള്ളൊരു വിഷയമായിട്ട് എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ട്. എനിക്കറിയാം അവരൊന്ന് അസുഖമായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ അറിയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ അവർ തിരിച്ചു വരണേ. പകരം വയ്ക്കാൻ ഒരു നടിയോ ഒരാളില്ല എന്നെ നമ്മുടെ സിനിമാ ലോകത്ത്. അത്രത്തോളം നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. ആദ്യ കാലം ഇവിടെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ കാലഘട്ടത്താണ് ഒരുമിച്ചാണ് ഈ ചെന്നൈയിലോട്ട് വരുന്നത്. അപ്പൊ അന്ന് ആ കാലഘട്ടം മുതൽ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ്. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും കാണും, സംസാരിക്കും. എല്ലാ സെറ്റുകളിലും വാഴവേമായം, ഇങ്ങനെ സരിശയ്യ, അങ്ങനെ കുറെ പടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരു എന്റെ ഒരു കൂട്ടുകാരി അല്ല, എന്റെ ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. ഞാൻ സിനിമ വിട്ട് മാറി നിന്ന സമയത്ത് ഞാൻ ഊട്ടിയിലുള്ളപ്പോഴും എന്നെ കൂടെ വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചേച്ചി നമുക്ക് നഷ്ടപ്പെട്ട ഇപ്പം പോകേണ്ട ആവശ്യമില്ലായിരുന്നു ചേച്ചി, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. മലയാളത്തിലെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിലേ, നമ്മുടെ മലയാള സിനിമയുടെ ഒരു മെനു കാർഡിൽ നിന്നൊരു നാട്ട് വിഭവമാണ് നഷ്ടപ്പെട്ടത്. ശങ്കരാടി ചേട്ടൻ, ഒടുവിലുണ്ട് ചേട്ടൻ, തിലകേട്ടൻ, CI പോൾ ചേട്ടൻ, പറവൂർ ഭരത് ചേട്ടൻ, അങ്ങനെയൊക്കെ ഒരു ശ്രേണി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ഭയങ്കര നഷ്ടമാണ്. അതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഐഡിയൽ പേഴ്സണാലിറ്റീസ് കിട്ടത്തില്ല, പ്രത്യേകമായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ലോസാണ്. അത് ബിഗ് ലോസ്. ചേച്ചിയായിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ഫിലിം വരെ ഞാൻ ചേച്ചീനെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ച ആ സമയത്താണ് വയ്യാതായത്. വിളിച്ചു പറഞ്ഞു, മോനെ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ശരിയാവണേ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങ് വീടായിപ്പോയി. എൻ്റെ ഭാഗ്യം ഇത്രയും പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ, ലളിതയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിക്കാൻ സന്ദർഭം ഉണ്ടായത് നമ്മുടെ ഭാഗ്യമെന്നാണ് ഞാൻ. ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ, ഇവിടം വിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ലോകമുണ്ടെങ്കിൽ അവിടെ ഒരു അപ്രധാനമല്ലാത്തൊരു നല്ല സ്ഥലത്തൊരു നല്ലൊരു സിംഹാസനം കിട്ടും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ആത്മാവ് നിത്യശാന്തി. സുവി വിശ്വനാഥ് വടക്കാഞ്ചേരിയിലുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ഹാളിലുണ്ട്. അവിടെ വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ 1 മണിക്കൂർ പൊതുദർശനമുണ്ടാകും. എത്ര സമയമെടുക്കും സുവി ഭൗതിക ശരീരം അവിടെ എത്താൻ? അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ?
രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിൽ നിന്ന് മൃതശരീരം ഇപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് പുറപ്പെട്ടത്. ഏതാണ്ട് 20-25 മിനിറ്റുകൾക്കകം ഇവിടെ ഈ വടക്കാഞ്ചേരിയിൽ നഗരസഭയിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ്. നിരവധി പേരാണ് അവസാനമായി ആ മഹാനടിയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ ഒരു വൃന്ദം ഇവിടെ KPSC ലളിതയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെ ഓർക്കുന്നു KPSC ലളിതയെ ഈ സമയം? അമ്മ കാണാനായിട്ട് വന്നതാണ്? അതെ, കാണാൻ വന്നതാണ്. ഞങ്ങൾ അടുത്തുള്ളതാണ്. അങ്കക്കാട് മൂപ്പര ഭർത്താവ് ഭരതൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആളാണ്. ഭരതൻ മരിച്ചിട്ട് ഞാൻ പോയിരുന്നു, കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നു. വലിയ സങ്കടമാണോ ലളിത ചേച്ചിയുടെ? സങ്കടം തോന്നുന്നില്ലേ? സങ്കടം തോന്നുന്നുണ്ട്, വിഷമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ വന്നിട്ടും ഓരോന്ന് കൊടുത്തിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല അനുഭവം ഉള്ളതാണ്. അതിനാണ് ഞാൻ ഈ നട്ടുച്ച വെയിലത്ത് ഓടിയിട്ട് വന്ന് കാണാൻ വേണ്ടിയിട്ട് കാണണമെന്നുണ്ട്. നിരവധി പേരാണ് KPSC ലളിതയെ കാണാൻ വേണ്ടി വന്നത്. ഓരോ വ്യക്തിയോടും, പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയോടും ആത്മബന്ധം പുലർത്തിയിരുന്ന രീതിയായിരുന്നു അവരുടേത്. തികച്ചും ഓണാട്ടുകരക്കാരിയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടി തന്നെയായിരുന്നു KPSC ലളിത. അഭിനയ രംഗത്തായാലും മറിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് വരികയാണെങ്കിലും അത്രത്തോളം എല്ലാവരോടും അനുകമ്പയോടും സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടെ ഈ നഗരസഭാ ഹാളിൽ അവരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, എങ്ങനെ ഓർക്കുന്നു ലളിത ചേച്ചിയെ? ലളിത ചേച്ചി കേരളത്തിൽ എൻ്റെ തലമുറയുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ മലയാള ചലച്ചിത്ര ലോകത്ത് വ്യാപരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് അവരുടെ ഏറ്റവും കഥാപാത്രങ്ങളോട് ഇഷ്ടം സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ജീവിതത്തിൽ സാധാരണ നിലയിൽ കാണുന്ന സാധാരണ മനുഷ്യരെ അതേ രൂപത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്ന അതുല്യയായ നടിയാണ് അവർ. നാടകത്തിലെ അനുഭവമാണ് അവർക്കതിന് പ്രചോദനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനകീയ കലാസാഹിത്യ പ്രസ്ഥാനം KPSC പോലുള്ള ആ നാടക പ്രസ്ഥാനങ്ങളിലൂടെ കിട്ടിയ തൊപ്പിൽ പാസിയുടെയൊക്കെ ശിക്ഷണം, അതാണ് വാസ്തവത്തിൽ അവരെ മോൾഡ് ചെയ്തത്. അത് നൽകിയൊരു രാഷ്ട്രീയ അവബോധമുണ്ട്. അത് പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ അവബോധമാണ്. അതുകൊണ്ട് അവരെല്ലാ കാലത്തും നിസ്വപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. മരണം വരെ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അതുല്യയായ കലാകാരിയാണ് KPSC ലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വ്യക്തിക്കും പറയാനുള്ളത്, പ്രത്യേകം എടുത്തു പറയാനുള്ളത് അവരുടെ സ്വതസിദ്ധമായ രീതിയാണ്. ആരെ കണ്ടാലും, അതായത് ഏത് വടക്കാഞ്ചേരിയിൽ ആരെ കണ്ടാലും വർത്തമാനം പറയുന്ന രീതിയായിരുന്നു. 2016 ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPSC ലളിത വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സംസ്ഥാന സമിതി തന്നെ അവരുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില വിയോജിപ്പുകൾ ഇവിടെ നിന്ന് ഉണ്ടായതിനെ തുടർന്ന് അവർ സ്വയമേ ഇവിടെ നിന്ന് മാറിയിരുന്നുവെങ്കിലും എപ്പോഴും പാർട്ടിയുടെ ഏത് പ്രവർത്തനങ്ങളിലും അവർ ഉണ്ടായിരുന്നു. ആദ്യമായി നഗരസഭാ തെരഞ്ഞെടുപ്പ് വടക്കാഞ്ചേരിയിൽ നടന്നപ്പോൾ ഇടതുപക്ഷം വിജയിച്ചൊരു സാഹചര്യത്തിലും പ്രചാരണ രംഗത്ത് KPSC ലളിത സജീവമായി ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഏതായാലും അവരുടെ വരവ് കാത്ത് നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 1 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് അറിയിച്ചിരുന്നത്. ഇനി 2:30 മണിയോടുകൂടി ഇവിടേക്ക് മൃതശരീരം കൊണ്ടുവരും എന്നും അറിയിച്ചിരുന്നു. എന്നാൽ അല്പസമയം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവിടെ നിന്ന് സംഗീത നാടക അക്കാദമിയിൽ നിന്ന് മൃതശരീരം പുറപ്പെട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തും. 1 മണിക്കൂർ നേരം തന്നെ വെക്കുമോ ഇവിടെ? ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇവിടെ കാണാവുന്ന ആളുകൾക്ക് മുഴുവൻ കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. 3:30 വരെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. വൈകുന്നതിനനുസരിച്ച് ആവശ്യമായ പിന്നെ ആളുകൾക്ക് കാണാനുള്ള എല്ലാ സൗകര്യം കഴിഞ്ഞിട്ട് അവിടെ അതാണ് വിവരം. എല്ലാവരെയും പരമാവധി ആളുകളെ കാണിക്കുക, 1 മണിക്കൂർ പ്രദർശനത്തിൽ വെക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ,
പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ, പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം. പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. മറ്റു ചില വാർത്തകളിലേക്ക്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പ്രവർത്തിച്ചു വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ നിർത്തലാക്കിയതിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാന സർക്കാർ തീരുമാനം റദ്ദാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് 18 സമുദായ സംഘടനകളുടെ കൂട്ടായ്മയായ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. സർക്കാർ സർവീസിൽ പട്ടികജാതി പട്ടികവർഗ പ്രാതിനിധ്യം പരിശോധിക്കുന്നതിനും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനുമായി രൂപീകരിച്ച എംപ്ലോയ്മെന്റ് സെൽ ബിയുടെ പ്രവർത്തനമാണ് പൊതുഭരണ വകുപ്പ് നിർത്തലാക്കിയത്. പൊതുഭരണ സെക്രട്ടേറിയറ്റിലെ ജോലിഭാരം ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനായി രൂപീകരിച്ച 5-അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണിത്. 87 വകുപ്പുകളിലെ വാർഷിക അവലോകനവും പട്ടിക വിഭാഗക്കാരുടെ നിയമനങ്ങളും പരിശോധിക്കുന്ന സെല്ലിനെയാണ് എ സെക്ഷനിൽ ലയിപ്പിച്ചത്. ഇതോടെ ഒഴിവുള്ള തസ്തികകളിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയാതെ വരുമെന്നാണ് പരാതി. അതിഗുരുതരമായ ഒരു നീതി നിഷേധം ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന സെൽ ബി എടുത്തു മാറ്റി അത് എയിൽ ലയിപ്പിച്ചു. ഇപ്പൊ എ ബി എന്നില്ല. ഇപ്പോ ഫലത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടില്ല, അത് റദ്ദ് ചെയ്തിട്ടില്ല എന്നാണ് വാദമെങ്കിൽ സത്യത്തിൽ എന്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എംപ്ലോയ്മെന്റ് സെൽ ബിയിലെ സെക്ഷൻ ഓഫീസറെ വ്യവസായ വകുപ്പിലേക്കും അസിസ്റ്റന്റുമാരെ പൊതുഭരണ വകുപ്പിലേക്കും പുനർവിന്യസിച്ചു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.